മലയോര മേഖലയായ ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടുത്തിടെ ഉണ്ടാകുന്ന ക്രിമിനൽ കേസുകളുടെ വർധനം ഭീതി ഉയർത്തുകയാണ്. ഇരകൾക്ക് പോലീസിൽ നിന്ന് ലഭിക്കേണ്ടതായ സംരക്ഷണം ഇല്ലാത്തതിനാൽ പലരും കേസ് കൊടുക്കാൻ മടിക്കുന്നു. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി 10ഓളം ക്രിമിനൽ കേസുകളാണ് പോലീസ് ചാർജ് ചെയ്തത്. പോലീസിലെ ചിലരുമായ പ്രതികൾക്കുള്ള കടപ്പാട് മൂലം പ്രതികൾ രക്ഷപ്പെടുകയാണ്. ഇവരെ അകമഴിഞ്ഞ് സംരക്ഷിക്കാൻ ചില രാഷ്ട്രീയ നേതാക്കളും മത്സരിക്കുന്നു. ഉത്സവ സ്ഥലത്തുണ്ടായ സംഘർഷത്തെ തുടർന്ന് 20ഓളം വരുന്ന സംഘം രാത്രി 2:30 ഭാരതീപുരം കിട്ടക്കോണം നിജാനന്ദ വിലാസത്തിലെത്തി വീടും വീട്ടുപകരണങ്ങളും അടിച്ചു തകർക്കുകയും അതിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്ന ഷാജി, ഭാര്യ, മകൾ എന്നിവരെ അടിച്ചോടിക്കുകയും തത്സമയം സ്ഥലത്തില്ലാതിരുന്ന മകൻ നിജാനന്ദനെതിരെ കൊലവിളി നടത്തുകയും മൊബൈൽ ഫോണും സ്വർണ്ണമാലയും അപഹരിക്കുകയും മുറ്റത്തിരുന്ന ഇരുചക്രവാഹനം നശിപ്പിച്ചും അഴിഞ്ഞാടുകയുമായിരുന്നു. ഭയന്നോടിയ ഷാജിയും ഭാര്യയും മകളും സമീപത്തെ വനത്തിൽ അഭയം പ്രാപിച്ചാണ് രക്ഷപ്പെട്ടത്. ഈ കേസ് രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്ന് ഒത്തുതീർപ്പാക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഇത് എല്ലാം അടിച്ച് തകർത്ത് ഞങ്ങൾക്ക് ഇനി അത് വെക്കാൻ പോലും ഒരു മാർഗമില്ല. മൊത്തം അടിച്ച് തകർത്ത് അണ്ണൻ സുഖമില്ലാത്ത ആളാ, മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാ. 18 വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ട് ഞാൻ പാതിരാത്രിക്ക് ഓടിയത്. അവരിവിടെ കയറിയ മോഷണം വരെ നടത്തി. ചാർജർ എടുത്തോണ്ട് പോയി, മാല എടുത്തോണ്ട് പോയി, ബൈക്കും അടിച്ച് തകർത്ത്. ഞങ്ങൾ ഇവിടുന്ന് അവര് അടിയടാ കൊല്ലടാന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ഓടുന്നത്. ഞങ്ങൾ അന്നേരം ഓടിയില്ലായിരുന്നെങ്കിൽ അവര് ഞങ്ങളെ അടിച്ച് കൊന്നേനെ. അതേ രീതിയിലാണ് അവരെല്ലാം കൂടെ വന്നത്. ഏതാനും ദിവസം മുൻപ് രാത്രിയിൽ വീട്ടുമുറ്റത്ത് വെച്ച് വയോധികനെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിക്കാനുണ്ടായ കാരണം പ്രതികൾക്കെതിരെ മകൾ നേരത്തെ പോലീസിൽ നൽകിയ പരാതിയായിരുന്നു. ഈ പരാതിയിലെ പ്രതികളോട് പോലീസുകാരിൽ ചിലർക്കുണ്ടായ ഉദാര നയം മൂലമാണ് അച്ഛനും മകൾക്കും വെട്ടേറ്റത്. വെട്ടേര് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിയ ഇരുവരെയും ഡ്യൂട്ടി ഡോക്ടർ അവിടെ അഡ്മിറ്റാക്കാൻ കൂട്ടാക്കാതിരുന്നത് ചില രാഷ്ട്രീയ ഇടപെടലുകൾ മൂലമായിരുന്നുവെന്ന് ഇരുവരും ആരോപിക്കുകയുണ്ടായി. ജനുവരി 30 പകല് 1 മണിയാവും മോളെ 2:30 മണിയോടുകൂടി പിന്നെ ഈ ശംഖു വീട്ടിൻ്റെ മുകളിൽ വെച്ച് നിന്ന് ചീത്ത വിളിച്ചു. അന്ന് രാവിലെ പകൽ 2:30 മണി തൊട്ട് രാത്രി 10 മണി വരെ വിളിച്ച് ഞങ്ങളെ 108 വിളിച്ച് 108 വിളിച്ച് പോലീസുകാർ വന്ന് ഇവന് 108 വിളിച്ച് 108 നിന്ന് പിന്നെ വേറെ പോലീസുകാരെ ഇൻഫോം കൊടുത്ത് അങ്ങനെ പോലീസുകാർ വന്ന് അവനെ തിരക്കി, കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പറഞ്ഞു, അവൻ്റെ അപ്പോഴേക്ക് പോലീസുകാർ പറഞ്ഞ് പിന്നെ ഈ സ്റ്റേഷനിൽ ചെല്ലണം വരണമെന്ന് പറഞ്ഞു. അവൻ ഇന്നേരെ പോയില്ല. അപ്പോൾ അവൻ പറയുന്നത് എന്നെയും മോളെയും കൊന്നിച്ചേ പോകത്തുള്ളൂ എന്നാണ് അവൻ്റെ ആ സംസാരം. ഇത് ഒരാളോടല്ല പലരോടും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ തട്ടിച്ചേ പോകത്തുള്ളൂ. അതങ്ങനെ ഒരു വിഷയം അങ്ങനെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത്, ഞാൻ വടമണ്ണ് അമ്പലത്തിൽ ഉത്സവം കാണാൻ കെട്ടുകാഴ്ച കാണാൻ പോയിട്ട് വരുക. വന്നാൽ 10:30 മണിയാവും അല്ലേ മോളെ, 10:30 മണിയാവും. ഇവിടെ വന്നപ്പോൾ ഇവനും ഇവൻ്റെ മകനും കൂടെ അനീഷൻ എന്ന് പറയുന്നൊരുത്തനും കൂടെ ഈ തോട്ടത്തിൽ വിളിച്ചിരിക്കുമായിരുന്നു. ഞാൻ വണ്ടി നിർത്തിയതും എൻ്റെ ദേഹത്ത് ആക്രമമാവുന്നേ. എനിക്ക് കണ്ണ് തുറന്നു നോക്കാൻ സമയമില്ല. ഈ അനീഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണി മണ്ണ് വരിയിട്ട് പിന്നെ നമുക്ക് അവസ്ഥയില്ലല്ലോ. ആദ്യം വെട്ടുന്നത് കൂടെ ആദ്യത്തെ വെട്ടങ്ങ് തട്ടി, അതാണിത് കേട്ടോ, ഈ വെട്ട്. അത് കഴിഞ്ഞിട്ട് തലയ്ക്ക് വീണ്ടും വെട്ടി, പിന്നെ തുരുതുരി അങ്ങ് വെട്ടി. അവർ പറയുന്നത് എന്നെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. അതിനുള്ള കേസില്ലെന്നായി തോന്നുന്നു. ഞാൻ പറഞ്ഞത് ആരാ പറഞ്ഞ് എവിടാ പറഞ്ഞത്? ഒരു സ്ത്രീയായ മാഡമാണ് പിന്നെ അവിടെ ഇരുന്ന് ഡാക്ടർ, ലേഡി ഡാക്ടറാണ്. അവരാ പറഞ്ഞ അതിൻ്റെ കാര്യമില്ല. അടുത്ത് ഞാൻ വീണ്ടും ഒരു പുരുഷ ഡാക്ടറോട് ചോദിച്ചപ്പോൾ അത് അവർ എഴുതിയേക്കുന്നത് അങ്ങനെയല്ല ഞാൻ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവനെ പിന്നിൽ നിന്നൊരാൾ തള്ളിയിട്ടുണ്ട്. ആളിനെ എനിക്ക് വ്യക്തമായിട്ട് രാഷ്ട്രീയ നേതാവുക. ഏതാനും ദിവസത്തിനു മുൻപ് ദളിത് യുവാവിനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതികളെ പിടിക്കുന്നതിൽ പോലീസ് അലംഭാവം കാട്ടിയെന്നും പിന്നീട് പോലീസിലെ ചില ഉന്നത ഇടപെടലുകളെ തുടർന്നാണ് ദിവസങ്ങൾക്ക് ശേഷം മുഴുവൻ പ്രതികളെയും കൃത്യത്തിന് ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തത്. കഞ്ചാവ്, ലൈംഗിക പീഡനം, റോഡരികിൽ അറവ് മാലിന്യം തള്ളൽ, ക്ഷേത്രത്തിൽ നിന്ന് നാളികേര മോഷണം, മൃഗവേട്ട എന്നിങ്ങനെയുള്ള നിരവധി ക്രിമിനൽ കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ പോലീസ് ക്രിമിനൽ അവിശുദ്ധ ബന്ധം മൂലമാണ് കേസുകൾ കൂടുതലായി ഉണ്ടാകാനുള്ള കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ, ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്,
അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847.